നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപ് വരെ പാകിസ്ഥാനിൽ സുഖജീവിതമായിരുന്നു ഭീകരർക്ക്. എന്നാൽ കാലം മാറി. ഇപ്പോൾ അവരെ തേടി എത്തുന്നത് അജ്ഞാതന്റെ വെടിയുണ്ടകൾ. ദുരന്തർ മോഡൽ ആക്രമണങ്ങൾ ഭയപ്പെടുത്തുകയാണ് പാകിസ്ഥാനിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ. നേരത്തെ പാകിസ്ഥാൻ ആർമി ആസ്ഥാനത്തും ഭരണകൂട പ്രദേശങ്ങളിലുമൊക്കെ വിഹരിച്ചിരുന്ന ഭീകരർ ഇപ്പോൾ ജീവൻ കയ്യിലെടുത്തോടുകയാണ്. ഇന്ത്യയെ വെല്ലുവിളിച്ചാൽ അധികം കഴിയാതെ അവരെ മരണം തേടിയെത്തും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലുള്ള ഇന്ത്യ വിരുദ്ധർ ഇപ്പോൾ തികഞ്ഞ ഭയപ്പാടിൽ. ഏറ്റവും ഒടുവിൽ ജീവന് വേണ്ടി പിടയ്ക്കുന്നത് ലഷ്കർ എ തോയ്ബയുടെ സഹസ്ഥാപകനും കൊടുംഭീകരനുമായ അമീർ ഹംസ. ഇയാൾക്ക് പ്രായം 67. ഇപ്പോഴിതാ ഭീകര ക്യാമ്പുകളെ ഞെട്ടിച്ചിരിക്കുകയാണ് ലാഹോറിൽ നടന്ന ഒരു വധശ്രമം. ഓപ്പറേഷൻ സിന്ദൂർ വഴി ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടി നൽകുമെന്ന് നേരത്തെ ഇയാൾ വെല്ലുവിളിച്ചിരുന്നു. വെല്ലുവിളി തീർന്നില്ല. അതിനു മുൻപ് മരണം അയാളുടെ പടിവാതിൽക്കലെത്തി. ഇന്ത്യക്ക് നൽകുന്ന തിരിച്ചടി ഭയാനകമായിരിക്കുമെന്ന ഇയാളുടെ മുന്നറിയിപ്പ്. ഇത് മുഴക്കി മണിക്കൂറുകൾക്കകമാണ് ഇയാൾക്ക് നേരെ വെടിയുണ്ടകൾ ചീറിയെടുത്തത്. ബോളിവുഡ് ചിത്രം ദുരന്തർ 2വിനെ അനുസ്മരിപ്പിക്കുന്ന രംഗങ്ങളാണ് ലാഹോറിൽ നടന്നത്. ഒരു TV പരിപാടി കഴിഞ്ഞ് ചാനൽ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി കാറിലേക്ക് കയറിയ ഹംസയുടെ നേർക്ക് ബൈക്കിലെത്തിയ 2 അജ്ഞാതർ വെടിയുതിർത്തു. കൃത്യമായ പ്ലാനിംഗ്. വെടിയുതിർത്തതിന് ശേഷം അവർ മിന്നൽ വേഗതയിൽ മുങ്ങി. തോളിൽ വെടിയേറ്റ ഹംസ തുടർന്ന് സൈനിക ആശുപത്രിയിൽ ചികിത്സ തേടി. അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ദീർഘകാല നോട്ടപ്പുള്ളിയാണ് ഹംസ. വെറുമൊരു ഭീകരൻ മാത്രമല്ല, 2005 ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് നേരെ നടന്ന ഭീകരാക്രമണങ്ങളുടെ ബുദ്ധികേന്ദ്രം. ലഷ്കർ എ തോയ്ബയുടെ രാഷ്ട്രീയ വിഭാഗത്തിൻ്റെയും പ്രസിദ്ധീകരണങ്ങളുടെയും ഒക്കെ അമരക്കാരൻ. ഭീകരാശയങ്ങൾ യുവതലമുറയിൽ കുത്തിവയ്ക്കുന്നതിൽ പ്രത്യേക പ്രാവീണ്യമാണ് ഇയാൾക്ക്. 2012 അമേരിക്ക ആഗോള ഭീകരനായി ഇയാളെ പ്രഖ്യാപിച്ചു. ഹഫീസ് സയ്യിദിന്റെ വലംകൈയാണ് ഇയാൾ. ഇതാദ്യമായല്ല ഹംസയ്ക്ക് നേരെ വെടിയുതിർക്കുന്നത്. മുൻപും ഹംസയ്ക്ക് നേരെ ഇത്തരം വധശ്രമങ്ങൾ നടന്നിരുന്നു. ലഷ്കർ കമാൻഡർ സൈഫുള്ള കസൂരി, ഹാഫിസ് തൽഹ സയ്യിദ് തുടങ്ങി ലഷ്കറയുടെ മുൻനിര നേതാക്കളൊക്കെ ഇപ്പോൾ ഭയപ്പാടിലാണ്. എന്തോ അപകടം തങ്ങൾക്ക് പിന്നാലെയുണ്ട് എന്ന ഭയമാണ് അവരെ വേട്ടയാടുന്നത്. ചുരുക്കത്തിൽ പാക് മണ്ണിൽ ഇനി ഭീകര നേതാക്കൾക്ക് ഒളിക്കാൻ കഴിയില്ല. അജ്ഞാതൻ അവരെ വേട്ടയാടും, അവരുടെ ജീവനെടുക്കും. ഇന്ത്യയുടെ മണ്ണിൽ ചോര വീഴ്ത്തി പിന്നീട് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറി അവിടെ സുഖജീവിതം നയിക്കാം എന്ന് കരുതുന്ന ഭീകര നേതാക്കളെയാണ് അജ്ഞാതൻ നോട്ടമിടുന്നത്. 2023 മുതൽ ഈ അജ്ഞാതൻ പാകിസ്ഥാനിൽ വിഹരിക്കുന്നു. ഇതിനകം ഏകദേശം 17ഓളം ഭീകര നേതാക്കളുടെ തലയെടുത്തു. ഒരു കാലത്ത് വൻ ഭീകരാക്രമണങ്ങളിലൂടെ കാശ്മീരിലെ ജനങ്ങളെ വിറപ്പിച്ച ഭീകര നേതാക്കൾക്കിപ്പോൾ കഷ്ടകാലത്തിൻ്റെ ദിനങ്ങൾ. ഭീകര സംഘടനയായ അൽ ബാദറിന്റെ കമാൻഡറും നിരവധി ഭീകരാക്രമണങ്ങളിൽ പ്രതിയായ ബഷീർ അഹമ്മദ് പീറിന്റെ കൊലപാതകമായിരുന്നു 2023 നമ്മൾ കേട്ടത്. അതിനു പിന്നാലെ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ 2 ഭീകര നേതാക്കളുടെ തലയെടുത്തു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ വലംകൈ എന്ന് വിശേഷിപ്പിക്കാവുന്ന സയ്യിദ് നൂർ ഷാലോബർ കൊല്ലപ്പെടുന്നു. ഖൈബർ പഖ്തൂൺഖയിൽ ഒളിച്ച മിക്ക ഭീകര നേതാക്കളെയും അജ്ഞാതൻ വേട്ടയാടി. അജ്ഞാതന്റെ ആക്രമണത്തിൽ ബഷീർ അഹമ്മദ് കൊല്ലപ്പെട്ടതോടെ ഭീകര കേന്ദ്രങ്ങൾ വിറച്ചു. ഹിസ്ബുൾ മുജാഹിദിന്റെ തലവന്മാരിൽ ഒരാളാണ് ബഷീർ. ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ഭീകരരിൽ ഒരാളായി പ്രഖ്യാപിച്ചിരുന്നു. പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണ് ബഷീറിന് വെടിയേൽക്കുന്നത്. ബഷീറിന് പിന്നാലെ കൊല്ലപ്പെട്ട സയ്യിദ് ഖാലിദ് റാസയ്ക്കും പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് വെടിയേറ്റു. അതുകൊണ്ട് തന്നെ ആയുധം കൈകാര്യം ചെയ്യാൻ കൃത്യമായ പരിശീലനം ലഭിച്ച ഒരു അജ്ഞാതന്റെ സാന്നിധ്യം പിന്നീട് ഭീകരരെ വേട്ടയാടി. ഇതുവരെ അജ്ഞാതൻ ആര് എന്ന് കണ്ടുപിടിക്കാൻ പാകിസ്ഥാൻ പോലീസിനോ പാകിസ്ഥാൻ സേനയ്ക്കോ കഴിഞ്ഞിട്ടില്ല. മൊസാദിനെ അനുസ്മരിപ്പിക്കുന്ന ചടുലമായ വേഗത. ഒരു കാരണവശാലും പോലീസിനോ സേനയ്ക്കോ പിടികൊടുക്കാത്ത ആത്മവിശ്വാസം. അതാണ് പാകിസ്ഥാൻ മണ്ണിൽ വിളയുന്ന അജ്ഞാതന്റെ പ്രത്യേകത. ഏതാനും ചില കൊലപാതകങ്ങൾക്ക് ശേഷം അജ്ഞാതൻ പാക് മണ്ണിൽ നിന്ന് മുങ്ങുന്നില്ല. വീണ്ടും വീണ്ടും അയാൾ തൻ്റെ വേട്ട തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 2024 25 ഇത് ആവർത്തിച്ചു. 2023 തുടർച്ചയായി 3 ഭീകര നേതാക്കളെ കൊലപ്പെടുത്തിയിട്ടും ഈ അജ്ഞാതൻ ആരാണ് എന്നതിൽ ഒരു സൂചനയും പുറത്തു വന്നില്ല. ആദ്യ ആക്രമണത്തിനു പിന്നാലെ ഭീകരർ അജ്ഞാതനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇതിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല,
ആക്രമണങ്ങൾ വീണ്ടും ആവർത്തിച്ചു. വിവിധ രാജ്യങ്ങളിലെ സുരക്ഷാ ഏജൻസികൾ പോലും ഭയപ്പെടുന്ന പാക് മണ്ണിലെ ഭീകര നേതാക്കൾ, അവർ ഓരോരുത്തരുടേതായി തലയെടുക്കുന്ന അജ്ഞാതൻ തന്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ 3 വർഷമായി ഭീകര നേതാക്കൾക്കൊക്കെ വല്ലാത്ത സുരക്ഷയാണ് പാകിസ്ഥാൻ നൽകുന്നത്. പോലീസും സേനയുമൊക്കെ പാക്കിലെ ഭീകര നേതാക്കൾക്ക് സുരക്ഷ നൽകുന്നു. 2025 അജ്ഞാതന്റെ വെടിയേറ്റ് ലഷ്കർ കമാൻഡർ ഷെയ്ഖ് മൊയ്സ് മുജാഹിദ് കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിലെ കസൂറിൽ തന്റെ വസതിയിലാണ് ഷെയ്ഖ് മൊയ്സ് മുജാഹിദിന് വെടിയേറ്റത്. ഹാഫിസ് സയ്യിദിന്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു ഷെയ്ഖ് മൊയ്സ് മുജാഹിദ്. പാക് രഹസ്യ ഏജൻസിക്കും ആക്രമണത്തെക്കുറിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അജ്ഞാതനെ എത്രയും പെട്ടെന്ന് പൊക്കുമെന്നാണ് അന്ന് പാക് രഹസ്യാന്വേഷണ ഏജൻസി പറഞ്ഞത്. പക്ഷെ അന്വേഷണത്തിൽ അവർ പരാജയപ്പെട്ടു. 2026 പാക് മണ്ണിൽ മറ്റൊരു ഭീകരന്റെ തല അജ്ഞാതനെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ച ഭീകരൻ ഇമ്രാൻ ദയലിനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അജ്ഞാതൻ. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ലഫ്റ്റനന്റ് കേണൽ കൂടിയായിരുന്നു ഇമ്രാൻ ദയാൽ. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രദേശത്തിൽപ്പെട്ട ദേശ ഇസ്മയിൽ ഖാൻ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇയാൾ വെടിയേറ്റ് വീഴുന്നത്. ഇമ്രാന്റെ യാത്ര ഒരു കാറിലായിരുന്നു. രാത്രി 2 മണിയോടെ കൃത്യമായ ആക്രമണം. 2 സായുധ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇമ്രാന്റെ കൊലയിൽ കലാശിച്ചത്. ഈ വെടിവെപ്പിനിടയിൽ പെടുകയായിരുന്നു ഇമ്രാൻ. എല്ലാം ശാസ്ത്രീയമായി നിശ്ചയിച്ചുറപ്പിച്ചത്. പാകിസ്ഥാനിൽ ഇന്ത്യ തിരിയുന്ന മോസ്റ്റ് വാണ്ടഡ് ഭീകരർ പലപ്പോഴും അജ്ഞാതരായ തോക്കുധാരികളാൽ കൊല്ലപ്പെടുന്നു. 2022 മുതലാണ് നമ്മൾ അജ്ഞാതൻ എന്ന വാക്ക് പാക് മണ്ണിൽ നിന്ന് കേൾക്കുന്നത്. 2022 മുതൽ 2026 വരെ ഇത്തരത്തിൽ 36-ലധികം ഭീകര നേതാക്കളാണ് കൊല്ലപ്പെട്ടത്. അതിൽ 17 പേർ കൊടും ഭീകരർ. ലഷ്കർ തോയ്ബയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ അമീർ ഹംസ ലാഹോറിൽ വെച്ചാണ് അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഇന്ത്യയിൽ സ്ഫോടനങ്ങളും ആക്രമണങ്ങളും നടത്തിയ ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകളിലെ പ്രധാനികളെ ഈ അജ്ഞാതൻ വേട്ടയാടി. 2022 മുതൽ പാക് മണ്ണിൽ തുടരുന്ന ഈ കൊലപാതക പരമ്പര, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന അജ്ഞാതൻ ആര് എന്ന് കണ്ടെത്താൻ ഇനിയും പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാനിൽ മാത്രമല്ല, കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലും അജ്ഞാതന്റെ സാന്നിധ്യം. ഇതിനെ തുടർന്ന് രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര ബന്ധം ഉലയുന്ന ഘട്ടത്തിൽ പോലുമെത്തി. കാനഡയും ഇന്ത്യയും തമ്മിൽ ഉയർന്ന വാക്പോര് അതിൻ്റെ പ്രതിഫലനമായിരുന്നു. പാക് മണ്ണിലേക്ക് ഓടിയൊളിച്ച ഭീകരർ ഇപ്പോൾ ഭയപ്പെടുന്നത് തങ്ങളുടെ ജീവനോർത്ത്. കാശ്മീരിൽ നിന്ന് ഒളിക്കാൻ ഇനി പാകിസ്ഥാന്റെ മണ്ണിലും ഇടമില്ല എന്നർത്ഥം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.